ഹായ്, എൻ്റെ പേര് സുരഭി. ഞാൻ ആവേമരി അക്കാദമിയിലാണ് OET പഠിച്ചത്. എനിക്ക് എൻ്റെ OET എക്സാമിൽ 4 മൊഡ്യൂളിലും 4 B ആണുള്ളത്. ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള ആളാണ്. എനിക്ക് നേരത്തെ എഴുതിയതിൽ വെച്ച് മെയിനായിട്ട് കിട്ടാതിരുന്നത് റീഡിംഗ് ആയിരുന്നു എനിക്ക് കുറച്ച് ടഫും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് റീഡിങ്ങിൻ്റെ ശരിക്കും ഇമ്പ്രൂവ് ആയത്. ഇവിടെ രഞ്ജിഷ് സാറ് പറഞ്ഞു തരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് നമുക്ക് റീഡിങ് ഇമ്പ്രൂവ് ആകാൻ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് പ്രശ്നമെന്ന് സാറ് കണ്ടുപിടിച്ച് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അങ്ങ് പരിഹരിച്ച് കഴിയുമ്പോൾ നമ്മുടെ റീഡിങ് ഒക്കെ ആകാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താണ് പ്രശ്നമെന്ന് നോക്കി ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നതാണ് സാർ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇപ്രാവശ്യം എൻ്റെ റീഡിങ്ങിൽ എനിക്ക് B ഗ്രേഡ് കിട്ടിയത്. അതേപോലെ തന്നെ ബാക്കി എല്ലാ മൊഡ്യൂൾസും സ്പെഷ്യലി പറയുവാണെങ്കിൽ റൈറ്റിങ്ങിൻ്റെ സാറിൻ്റെ റൈറ്റിംഗ് കറക്ഷൻ, നമ്മൾ എക്സാം ബാച്ചിലൊക്കെ കയറി കഴിയുമ്പം സാറിൻ്റെ ഇൻഡിവിജ്വൽ റൈറ്റിംഗ് കറക്ഷൻ ഉണ്ട്. അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് നമുക്ക്. സാറ് നമുക്ക് എങ്ങനെയാണ് ഒരു റൈറ്റിംഗ് എഴുതേണ്ടത്, ദ വേ ഓഫ് റൈറ്റിംഗ്, അത് സാറ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സാറ് നമുക്ക് അപ്പം തന്നെ തിരുത്തി തരും. പിന്നെ പറയുവാണെങ്കിൽ സ്പീക്കിംഗ് ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇൻഡിവിജ്വൽ സ്പീക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് സ്പീക്കിങ്ങിൻ്റെ. അപ്പോൾ നമുക്കൊരു കാർഡ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരും ഇവിടെയുള്ള ടീച്ചേഴ്സ്. അതേപോലെ തന്നെ ലിസണിങ് ആണെങ്കിലും നമുക്ക് എല്ലാ ലിസണിങ് മെറ്റീരിയൽസിൻ്റെയും സ്ക്രിപ്റ്റ് വൈസ് നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്, ലിസണിങ്ങിൽ അവരെന്താണ് പറയുന്നത് എന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അതേപോലെ തന്നെ ലിസണിങ്ങിൻ്റെ എല്ലാ പാർട്ടും A ആണെങ്കിലും B ആണെങ്കിലും C ആണെങ്കിലും നമുക്ക് എവിടെയാണ് പ്രശ്നമെന്ന് മെയിൻലി നോക്കി ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നതാണ് സാർ ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിൻലി സാറ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒഫീഷ്യൽ മെറ്റീരിയൽസ് ആണ്. അപ്പം ഒഫീഷ്യൽ മെറ്റീരിയൽസ് നമ്മൾ കൂടുതൽ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് എനിക്ക് എൻ്റെ OETയിൽ ഇമ്പ്രൂവ് ആകാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോടും ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനോടും ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. ബാക്കി ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യും നമ്മളൊന്ന് കയറി വരാനായിട്ട്. അവരുടെയൊക്കെ ഒത്തിരി ഒരു എഫോർട്ട് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ വിജയം കിട്ടിയത്. സോ ഞാൻ ബാക്കി ഉള്ള എല്ലാ കാൻഡിഡേറ്റ്സിനോടും അതേപോലെ തന്നെ ഇനി പഠിക്കാനിരിക്കുന്നവരോടും പറയുന്നു, ആവേമരി അക്കാദമിയിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ വിജയം കിട്ടും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ആവേമരി അക്കാദമി റെക്കമെൻഡ് ചെയ്യുന്നു. വിഷ് യു എ ഗുഡ് ലക്ക്. താങ്ക് യു.